അങ്ങനെ ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ നന്ദി ഹിൽസിൽ പോവാണ്. ബാംഗ്ലൂർ ഉണ്ടായിട്ട് ഇതുവരെ നന്ദി ഹിൽസിൽ പോയിട്ടില്ല. ഞങ്ങളുടെ വണ്ടിയിലാണ് പോണത്. ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് പോകുന്നു. വണ്ടി എടുത്ത് ജസ്റ്റ് ആയപ്പോൾ തന്നെ മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞങ്ങളവിടെയുള്ള ഏരിയ ആണ്. മഴ വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ ഇപ്പം കുറയും. ഹലോ ഗൈസ്, ഞങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗോടെ കഴിഞ്ഞിരിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ദേവനഹള്ളി എത്തി. ഇവിടുത്തെ ഇപ്പോൾ നല്ല വെയിൽ. ബാംഗ്ലൂർ നല്ല മഴ, ഇവിടെ നല്ല വെയിൽ. ഞങ്ങൾ ചായ കുടിക്കാൻ പറ്റുക. ഹലോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ഉടുപ്പിയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി മടങ്ങി വന്നിട്ട് റൂം കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ബാക്കിൽ ഇതാ മലയൊക്കെ, അതാണ് നന്ദി ഹിൽസ്. ഇവിടെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പം നന്ദി ഹിൽസിൽ മറ്റേ ഇങ്ങനെ മൂടൽ മഞ്ഞൊക്കെ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടെയും കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഐ മീൻസ് കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. നല്ല മൊരി മസാല ദോശ. ഹോട്ടൽ വെജ് റെസ്റ്റോറൻറ്റാണ്, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെ ഹോട്ടലിലേക്ക് വന്നതാണ്. ഇതാണ് പൂള്. അപ്പുറത്തെ കോട്ടേജൊക്കെ ഉണ്ട്, പിന്നെ എന്തൊക്കെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നാളെ നന്ദി ഹിൽസ് പോയി കഴിഞ്ഞ് വന്നിട്ട് പോയിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പൂള് ഇതാണ്. അങ്ങനെ സമയം രാവിലെ 5:30 ആയിരിക്കുകയാണ്. ഞങ്ങൾ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് റെഡിയായി. ഇനി പുറത്ത് പോകണം. പുറത്ത് തണുപ്പാ തോന്നുന്നുണ്ട്. പിന്നെ ഫുള്ള് വണ്ടികളുടെ ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് വണ്ടികൾ പോകുന്നുണ്ട്. പോയി നോക്കട്ടെ, തിരക്കായിരിക്കും ചിലപ്പോൾ. നോക്കട്ടെ. ഞങ്ങളിവിടെത്തി. പ്രദേശത്തെ പോലെ തന്നെ ബ്ലോക്കാണ്, രാവിലെ തന്നെ ബ്ലോക്ക്. കാണിച്ചു തരാം. വണ്ടി ഇവിടെ വെച്ച് ഫുൾ ആൾക്കാർ, ഫുൾ വണ്ടികൾ, നല്ല കോടിങ്. ആഹാ. ടിക്കറ്റ് എടുത്ത് ഇവിടെ എന്താണോ തിരക്കൊക്കെ, പോയി നോക്കട്ടെ. ക്യൂ ഒക്കെ കഴിഞ്ഞതാ. അമ്പലങ്ങളുണ്ട് കൊണ്ടുകൂടെ. അമ്മു മുകളിലെത്തി. ഇവിടെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗണപതിയുടെ അമ്പലം, അപ്പുറത്തൊരു അമ്പലമുണ്ട്, മുകളിലൊരു അമ്പലമുണ്ട്. ഇവിടെ ഒരു കഫയൊക്കെ ഉണ്ട്. ഫുള്ള് കൊടമഞ്ഞും കാറ്റോ. സ്റ്റോപ്പ് എത്തി തോന്നുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഡക്ക്. പക്ഷെ കോടൽമഞ്ഞായതുകൊണ്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതാണ് അമ്മു. അമ്മുനെ നന്നായി കാണുന്നുണ്ട്. ആൾക്കാർക്കൊരു കുറവില്ല. അജുവേട്ടൻ കുറച്ചും കൂടി വെളുത്തിട്ടുണ്ടല്ലോ. പക്ഷെ കോടൊക്കെ പിടിച്ച് എന്താ. ഇതിന് ചുറ്റും നടക്കാനുള്ള പാത്ത് തന്നെ ഉണ്ട്. നല്ല കോടയുടെ കാറ്റിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. വെയിലുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ മൊത്തം കാണാമായിരുന്നു. മൊത്തം കോടയാണ്, വിസിബിലിറ്റി കുറവാണ്. അമ്പലത്തിൽ
നല്ല രസമുണ്ടല്ലേ കോടയൊക്കെ ആയിട്ട്. പുറത്തിറങ്ങി. ശിവന്റെ അമ്പലമായിരുന്നു. ശിവനും മുരുകനും ഒക്കെ ഉണ്ട്. ഗണപതി കൊള്ളാലേ. ഇവിടെ ഒരു നല്ലൊരു കുളം, അമ്പലക്കുളം. അതെ അതെ, നല്ല പച്ച വെള്ളം. ചായ കുടിക്കാൻ കയറി. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. വിടുന്നില്ല. 8 മണിയായി. ലേറ്റ് ആയി വന്നായിരുന്നു ഗേറ്റിട്ടു. പാർക്കിംഗ് ഇല്ലാത്തോണ്ട് തോന്നുന്നു. വലിയ ഉറപ്പൊന്നുമില്ല. അത് ചിലവരൊക്കെ ഇറങ്ങി നടന്നിരിക്കുന്ന തോന്നുന്നു. ഗായ്സ്, ഞങ്ങൾ ഈ മലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കോടമഞ്ഞ്, ഫുൾ കോടമഞ്ഞാണ്. ഞങ്ങൾ താഴെ ഞങ്ങൾ ഇന്നലെ കഴിച്ച ഉടുപ്പിയിൽ തന്നെ വീണ്ടും വന്നിട്ട് പൂരി മസാല ദോശ പറഞ്ഞ് വടയും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇവിടെ മറ്റേ ഗണേശ ചതുർത്ഥിയിട്ട് ഇവിടെ ഗണേശനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് ഞങ്ങൾ പൂളിലൊക്കെ പോയി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുത്തില്ല, കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു. സെയിം കടയിൽ തന്നെ. ഞങ്ങളൊരു ജീര റൈസും പിന്നെ ഇത് മഷ്റൂമാണിത്, മഷ്റൂമിൻ്റെതും പിന്നെ ഒരു ലസ്സിയും ഒരു ലൈം സോഡൊക്കെ പറഞ്ഞു. കഴിച്ചോട്ടെ. ഒരു ഫ്രൂട്ട് സലാഡ് പറഞ്ഞു. ഫലൂഡ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഞങ്ങളുടെ ഹോട്ടലിന് ചുറ്റും ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു. അങ്ങോട്ട് എന്തൊക്കെയോ ഉണ്ട്, പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോണ്ട്. എന്തോ കളിക്കാനുള്ള നെറ്റൊക്കെ ഉണ്ട് അവിടെ. ടർക്കി കോഴിയൊക്കെ ഉണ്ട്. മൊയില്. ഇവിടെ ഇൻഡോർ സ്ഥലമുണ്ട്. അയ്യോ കൊണ്ടില്ല, പോയി. ഈ പൂളിലാണ് ഞങ്ങൾ കളിച്ചത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഞങ്ങളിവിടെ കിടന്നുറങ്ങി. ഇനിയിപ്പോൾ സമയം 5 മണി ആവാറായി. ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് നേരെ വീട്ടിൽ പോവാം, ബാംഗ്ലൂർ പോവാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നേരത്തെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിക്കൊണ്ട് മറ്റേ ഗണേശ ചതുർത്ഥിൻ്റെ പരിപാടി കാണിച്ചു തരാം.